Dear students, ഇതിനകം തന്നെ മെട്രിക്സിനകത്തുള്ള വിവിധ കോൺസെപ്റ്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന കാര്യമാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, simultaneous equations of first degree in 2 unknowns, 3 unknowns ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം പഠിക്കുകയുണ്ടായി. അവിടെ 2 unknownsന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ simultaneous linear equations of first degree in 2 unknowns നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ് ax plus by plus c equal to 0 അല്ലെങ്കിൽ ax plus by equal to c എന്ന രൂപത്തിലാണ് simultaneous equation, linear equation, simultaneous linear equations of first degree in 2 unknowns. ഇവിടെ x, y എന്നീ രണ്ട് വേരിയബിൾസ് അല്ലെ രണ്ട് അൺനോൺസ് ആണ് ഇക്വേഷൻസിലുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ രണ്ട് അൺനോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അവ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നെ തരണം. ആ രണ്ട് ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ആ ജനറൽ ഫോമിൽ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. a1x പ്ലസ് b1y ഈക്വൽ ടു c1 എന്ന് പറഞ്ഞാൽ ax പ്ലസ് by ഈക്വൽ ടു c എന്ന് തന്നെയാണ്. ഇത് 1 എന്ന് ചേർത്തിരിക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് എന്ന അർത്ഥത്തിലാണ്. a1 അതാണ് x എന്ന വേരിയബിളിനോടൊപ്പമുള്ള കോയഫിഷ്യന്റിനെ, ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എക്സിന്റെ കോയഫിഷ്യന്റിനെ a1 എന്ന് പറയുന്നു. ഒന്നാമത്തെ ഇക്വേഷനിലുള്ള y-യുടെ കോയഫിഷ്യന്റിനെ b1 എന്ന് പറയുന്നു. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ സൈനിന് വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റിനെ c1 എന്ന് പറയുന്നു. അപ്പോൾ ax പ്ലസ് by ഈക്വൽ ടു c എന്നുള്ളത് a1x പ്ലസ് b1y ഈക്വൽ ടു c1. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിലുള്ളതിനെ ax പ്ലസ് by ഈക്വൽ ടു c എന്ന ഫോമിൽ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ആയതുകൊണ്ട് a2x പ്ലസ് b2y ഈക്വൽ ടു c2 എന്ന് കൊടുത്തു. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 അൺനോൺസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. വേരിയബിളിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. രണ്ട് അൺനോൺ ഉണ്ട്. രണ്ട് ഇക്വേഷൻസ് തരികയും ചെയ്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ. ഇനി മെട്രിക്സ് ഉപയോഗിച്ച് ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം, അതിനുശേഷം പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം എ മെട്രിക്സ് യൂസിങ് ദി കോയഫിഷ്യൻസ് ഓഫ് വേരിയബിൾ. വേരിയബിൾസിൻ്റെ കോയഫിഷ്യൻസ്, വേരിയബിൾസ് ഏതാണ്? എക്സ്, വൈ എന്നതാണ് വേരിയബിൾസ്. ഇവിടെ എക്സ് വൈ, ഇവിടെയും എക്സ് വൈ, രണ്ട് വേരിയബിൾസ് ആണ് രണ്ട് ഇക്വേഷനിലുള്ളത്. ഈ വേരിയബിൾസിന്റെ കോയഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിലുള്ള എക്സിന്റെ കോയഫിഷ്യന്റ് a1ഉം ആദ്യത്തെ ഇക്വേഷനിൽ വൈയുടെ കോയഫിഷ്യന്റ് b1ഉം രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോയഫിഷ്യന്റ് a2ഉം രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ കോയഫിഷ്യന്റ് b2 ആണ്. ഈ കോയഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നോക്കൂ, a1 b1 a2 b2, a1 b1 a2 b2 കോയഫിഷ്യന്റ്, വേരിയബിളിന്റെ കോയഫിഷ്യന്റ് ഉപയോഗിച്ച് മെട്രിക്സ് ഫോം ചെയ്തിരിക്കുകയാണ്. ഈ മെട്രിക്സിനെ നമുക്ക് കോയഫിഷ്യൻസ് മെട്രിക്സ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഫോംഡ് യൂസിങ് ദി കോയഫിഷ്യൻസ് ഓഫ് വേരിയബിൾ. ഓക്കെ, കോയഫിഷ്യന്റ് മെട്രിക്സ് എന്ന്. ഇത് നമുക്ക് സൗകര്യത്തിന് ഇത് എ ആണെന്ന് വിചാരിക്കുക. ഈ മെട്രിക്സ് കോയഫിഷ്യന്റ് മെട്രിക്സ് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത് മറ്റൊരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുകയാണ്. എന്താ? ഫോം അനദർ മെട്രിക്സ് യൂസിങ് ദി വേരിയബിൾസ്.
വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെട്രിക്സ് ആണ് ഫോം ചെയ്യുന്നത്. രണ്ട് ഇക്വേഷനിലായിട്ടുള്ള വേരിയബിൾസ് എക്സും വൈ ആണ്. അത് ഒരു കോളം മെട്രിക്സ് രൂപത്തിൽ നമ്മൾ ഫോം ചെയ്യണം, എക്സ് വൈ. ഇനി 3 വേരിയബിൾ ഉണ്ടെങ്കിൽ എക്സ് വൈ സെഡ്. ഓക്കെ, ഇങ്ങനെ കോളം മെട്രിക്സ് ആയിട്ട് മെട്രിക്സ് നാം ഫോം ചെയ്യണം. ഈ മെട്രിക്സിനെ നമുക്ക് വേരിയബിൾ മെട്രിക്സ് എന്ന് വിളിക്കാം. അവിടെ വേരിയബിൾസ് ആണ് കാണിക്കുന്നത്. ഈ രണ്ടാമത്തെ മെട്രിക്സ് എക്സ് വൈ സെഡ് എന്നിങ്ങനെയുള്ള വേരിയബിൾസ് ഒരു കോളത്തിലായിട്ട് കാണിക്കുന്നു. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിനെ വേരിയബിൾ മെട്രിക്സ് എന്ന് വിളിക്കാം. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ആ മെട്രിക്സിനെ എക്സ് എന്ന് പേര് കൊടുക്കാം. ആദ്യത്തേതിന് എ, രണ്ടാമത്തേതിന് വേരിയബിൾ മെട്രിക്സിന് എക്സ് എന്ന് കൊടുക്കുന്നു. കോഎഫിഷ്യന്റ് മെട്രിക്സിന് എ എന്ന് പേര് കൊടുത്തു. ഇനി വീണ്ടും മൂന്നാമത്തെ സ്റ്റെപ്പ്, പുതിയ ഒരു മെട്രിക്സ് ഫോം ചെയ്യുന്നു. എന്താ? ഫോം എ തേർഡ് മെട്രിക്സ് യൂസിങ് RHS കോൺസ്റ്റൻസ്. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ്. ഈക്വൽ ടു എന്ന സൈനിന് വലതു ഭാഗത്തായിട്ട് C1 C2 എന്നീ കോൺസ്റ്റൻസ് കാണും. ഈ കോൺസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെട്രിക്സ് ആണ്. അതും സാധാരണയായിട്ട് കോളം മെട്രിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഒരൊറ്റ കോളമായിട്ടാണ് കിട്ടുക. C1 C2 RHS കോൺസ്റ്റന്റ് മെട്രിക്സ് എന്ന് വിളിക്കാം. അതിന് ബി എന്ന് നമുക്ക് മെട്രിക്സിന് ബി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇതാണ് 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒറ്റ സ്റ്റെപ്പായിട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? ഡെവലപ്പ് 3 മെട്രിസസ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെട്രിക്സ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 മെട്രിക്സ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. 1 കോഎഫിഷ്യന്റ് മെട്രിക്സ്, 2 വേരിയബിൾ മെട്രിക്സ്, 3 RHS കോൺസ്റ്റന്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നാം 3 മെട്രിക്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ആദ്യത്തേത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, അതിന് എ എന്നാണ് പേര് കൊടുക്കുന്നത്. രണ്ടാമത്തത് വേരിയബിൾ മെട്രിക്സ് ആണ്, അത് എക്സ് എന്ന് പേര് കൊടുക്കുന്നു. മൂന്നാമത്തത് RHS കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്, അത് ബി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ മെട്രിക്സ് 3 മെട്രിക്സ് ഫോം ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പായിട്ട് കണക്കാക്കുകയാണെങ്കിൽ തൊട്ടടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സ്പ്രസ് ദീസ് 3 മെട്രിസസ് ആസ് AX ഈക്വൽ ടു B എന്ന ഫോമിൽ എഴുതണം. എ എന്ന മെട്രിക്സ് നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു എ എന്ന മെട്രിക്സ്? എന്തായിരുന്നു? കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. രണ്ടാമത്തത് എക്സ് എന്ന് പേര് കൊടുത്ത് വേരിയബിൾ മെട്രിക്സ് ആണ്. കോഎഫിഷ്യന്റും ആ കോഎഫിഷ്യന്റ് ആയി ബന്ധപ്പെട്ട വേരിയബിൾ മെട്രിക്സും. ഓക്കെ, ഈക്വൽ ടു ബി എന്ന RHS കോൺസ്റ്റന്റ് മെട്രിക്സ് ഈക്വൽ ടു ബി, AX ഈക്വൽ ടു ബി ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ വേരിയബിൾ ആയിട്ടുള്ള എക്സ് വൈ, അല്ലെങ്കിൽ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ എക്സ് വൈ സെഡ് എന്നുള്ള ഈ വേരിയബിൾ വാല്യൂ ആണ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ വേരിയബിൾ എക്സ് വൈ അല്ലെ എക്സ് വൈ സെഡ് എന്നീ വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന മെട്രിക്സിൻ്റെ പേര് എക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആ എക്സ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഓക്കെ, എ ഇൻവേഴ്സ് ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് എന്ന മെട്രിക്സ് കിട്ടും. എക്സ് എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ കോളത്തിലുള്ള ഓരോ വാല്യൂവും വേരിയബിളിൻ്റെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഒന്നും കൂടെ ആ പ്രൊസീജിയർ ഓർക്കുക. ആദ്യമായിട്ട് തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് 3 മെട്രിസസ് ഫോം ചെയ്യുക. ആദ്യത്തേത് കോഎഫിഷ്യന്റ് മെട്രിക്സ്, രണ്ടാമത്തേത് വേരിയബിൾ മെട്രിക്സ്, മൂന്നാമത്തേത് RHS കോൺസ്റ്റന്റ് മെട്രിക്സ്. ഇവ 3ഉം ഫോം ചെയ്ത ശേഷം അത് AX ഈക്വൽ ടു B എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഈ രണ്ടാമത്തെ ഇവിടെയുള്ള എക്സ് എന്ന മെട്രിക്സിനകത്തുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ആ എക്സ് ഈക്വൽ ടു ഫോർമുല എന്താ? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇതാ എ ഇൻവേഴ്സ് കാണുക.
ഈ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് ഇൻറ്റു ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സിനകത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ഇനി നമുക്കത് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് യൂസിങ് മെട്രിസസ്. 2x minus 3y equal to 3, 4x minus y equal to 11. രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 unknowns ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണിത് സോൾവ് ചെയ്യുക? ഇക്വേഷൻസ് എന്ന മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നാം പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യൂസിങ് മെട്രിസസ് സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് യൂസിങ് മെട്രിസസ്. എക്സാമിന് സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇക്വേഷൻ എന്ന മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. പക്ഷേ യൂസിങ് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അല്ലെങ്കിൽ ആദ്യത്തെ 3 സ്റ്റെപ്പ് ഡെവലപ്പ് 3 മെട്രിസസ് ആൻഡ് എക്സ്പ്രസ് ദം ആസ് AX ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ ഇത് 3 മെട്രിക്സ് ഫോം ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ മെട്രിക്സ് എന്താണ്? വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇതാ 2, 4, 3 മൈനസ് y എന്ന് പറയുമ്പോൾ -1 ആണ്. ഇവിടെ -3. അപ്പോൾ 2, 4, -3, -1. 2, 4, -3, -1 അല്ലെ 2, -3, 4, -1. ഇതാണ് A എന്ന ഫസ്റ്റ് മെട്രിക്സ്, അതായത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. രണ്ടാമത്തത് എക്സ് എന്ന് നമ്മൾ പേര് കൊടുക്കുന്ന വേരിയബിൾ മെട്രിക്സ് ആണ്. എക്സും വൈയും 2 വേരിയബിൾ ആണുള്ളത്. എക്സ് വൈ ഈക്വൽ ടു ബി എന്ന RHS കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ് 3, 11. ഓക്കെ, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം എ ഇൻവേഴ്സ് ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിനകത്തുള്ള വാല്യൂസ് അൺനോൺസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻവേഴ്സ് നോക്കാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ, ഡിറ്റർമിനൻ്റ് 2 -3, 4 -1 ഈക്വൽ ടു 10 കിട്ടി. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണ്. അതും അഡ്ജോയിൻ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് കാണണമെങ്കിൽ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഓരോ എലിമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് A11, -1, A12, -4, A21, 3, A22, 2. കോഫാക്ടർ മെട്രിക്സ് കിട്ടി. അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടി. ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ്. അപ്പോൾ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു മെട്രിക്സ് -1, 3, -4, 2. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? എക്സ് എന്ന മെട്രിക്സ് കിട്ടണമെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഫസ്റ്റ് റോ എടുക്കുക, കോളം എടുക്കുക, പിന്നെ സെക്കൻഡ് റോ എടുക്കുക, കോളം എടുക്കുക. ഓക്കെ, എക്സ് ഈക്വൽ ടു മെട്രിക്സ് 3, 1. അപ്പോൾ 3, 1 എന്ന് പറഞ്ഞാൽ ഇത് എക്സും വൈ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾ മെട്രിക്സ് എന്ന മൊഡ്യൂളിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ 3ഉം വൈയുടേത് 1ഉം ആണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദി ഇക്വേഷൻസ് യൂസിങ് മെട്രിസസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4 ആൻഡ് 3x മൈനസ് 5y ഈക്വൽ ടു 1. അത് നമ്മൾ ഈ 2 ഇക്വേഷനും താഴെയായിട്ട് എഴുതണം. എന്തിനു വേണ്ടിയിട്ടാണ്? മെട്രിക്സ് ഫോം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4, 3x മൈനസ് 5y ഈക്വൽ ടു 1. 3 ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത് AX ഈക്വൽ ടു B എന്ന ഫോമിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ എ എന്ന ഒന്നാമത്തെ മെട്രിക്സ് ഫോം ചെയ്തോളൂ. എന്തായിരുന്നു? വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഇവിടെ എക്സ് എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്.
ഓക്കെ, ഇവിടെ y എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ 1 2 1 2. ഓക്കെ, സെക്കൻഡ് റോയിലോ 3 -5. ഇതാണ് എ എന്ന മെട്രിക്സ്. രണ്ടാമത്തെ കോളംനാർ മെട്രിക്സ് ആണ് വരിക. കോളം മെട്രിക്സ് ആണ് വരിക. എന്താണ് കോളം മെട്രിക്സ്? എക്സ് എന്ന് പേര് കൊടുക്കുന്നു. അതിൽ വരേണ്ടത് വേരിയബിൾസ് ആണ്, എക്സും വൈയും. എക്സ് വൈ ഈക്വൽ ടു RHS കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ് 4 1. ഓക്കെ, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു -11 കിട്ടും. Adjoint is equal to transpose of cofactor matrix of A. Cofactor matrix കിട്ടണമെങ്കിൽ cofactors കണ്ടുപിടിക്കണം. Cofactors ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചിരിക്കുകയാണ്. Cofactor matrix കിട്ടുന്നു. Adjoint എന്ന് പറഞ്ഞാൽ transpose of cofactor matrix. അപ്പോൾ adjoint കിട്ടി. അപ്പോൾ A inverse കണ്ടുപിടിക്കുന്നു. 1 divided by -11 into matrix -5 -2 -3 1. ഓക്കെ, അപ്പോൾ A inverse കിട്ടിയിരിക്കുന്നു. എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന മെട്രിക്സിനകത്തുള്ള എലിമെൻറ്റ്സ്, അതായത് അൺനോൺസ്, അതായത് വേരിയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ഫോർമുല? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് ഇതാണ്, ഇൻറ്റു ബി RHS കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ മെട്രിക്സ് ആണ് 4 1. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 2 1 എന്നാണ്. ഇതിനർത്ഥം എക്സ് 2 y 1. ഓക്കെ, സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 1. ഇത് നിങ്ങൾ ഇക്വേഷൻസ് എന്ന മൊഡ്യൂളിൽ പഠിച്ച രീതിയിൽ സോൾവ് ചെയ്തിട്ട് 2ഉം 1ഉം അല്ലേ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് simultaneous equations of first degree in 3 unknowns ഒന്ന് നോക്കാം. Solve the equations using matrices 5x minus 6y plus 4z equal to 15, 7x plus 4y minus 3z equal to 19, 2x plus y plus 6z equal to 46. ഇപ്പോൾ 3 അൺനോൺ ഉള്ളത് കൊണ്ട് തന്നെ 3 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് 3 മെട്രിസസ് ഫോം ചെയ്ത് അത് Ax ഈക്വൽ ടു ബി എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. എന്താ ആദ്യത്തെ മെട്രിക്സ് എന്തായിരുന്നു? കോഎഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ്. അപ്പോൾ എക്സ് എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ഇക്വേഷനിലായിട്ട് വരുന്ന 5 7 2 ആണ്. 5 7 2. ഓക്കെ, വൈയുടേത് -6 4 1 -6 4 1. സെഡിൻ്റെത് 4 -3 6 4 -3 6. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ഓക്കെ, ഇനി എന്താണ്? രണ്ടാമത്തെ വേരിയബിൾ മെട്രിക്സ് ആണ്. വേരിയബിൾ ഏതൊക്കെയുള്ള എക്സ് വൈ സെഡ് കോളം മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഈക്വൽ ടു RHS കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്, അതും കോളം മെട്രിക്സ് ആണ് 15 19 46. ഓക്കെ, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എക്സ് എന്ന മെട്രിക്സ് ആണ്. എക്സ് എന്ന മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എക്സ് എന്ന മെട്രിക്സിനകത്തുള്ള എലിമെൻസ് ആയ എക്സ് വൈ സെഡ് കിട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഫോർമുല എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 419 വരും. ഓക്കെ, പിന്നെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് കിട്ടണേ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിരിക്കുകയാണ്. 27 -48 -1 40 22 -17 2 43 and 62. അത് വെച്ച് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. അതാണ് അഡ്ജോയിൻറ്റ്. ഓക്കെ, അഡ്ജോയിൻറ്റ് മെട്രിക്സും കിട്ടി. ഇനി ഡിറ്റർമിനൻറ്റും അഡ്ജോയിൻറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് എ ഇൻവേഴ്സ്. ഇനി എക്സ് എന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എക്സ് എന്ന മെട്രിക്സ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇത് ഈക്വൽ ടു എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരുന്നു. എ ഇൻവേഴ്സ് ഇതാണ് ഇൻറ്റു ബി RHS കോൺസ്റ്റന്റ് മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു.
മെട്രിക്സ് 3 4 6 അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ആ വാല്യൂസ് ആണ് 3 4 6. എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഈക്വൽ ടു 6. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് മെട്രിക്സിലുള്ള ഇക്വേഷൻസ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.